ഇതിലെ മമ്മൂട്ടി ഇനി ഒന്നും പറയാനില്ല. ഇനി കേരളത്തിലെ സിനിമ, മലയാള സിനിമ മമ്മൂട്ടി ഭരി അപ്പൊ ഈ സെറ്റ് പടം, കിടിലം പടം. അതായത് പറയുന്നത് നമ്മളെ ആവേശം കണ്ടിട്ട് ഫൈവിനോട് നമ്മൾ ഇടം പോലെ പറയും പടം കണ്ടു അടിയിടം പോലെ കിടിലം പടം. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ ഒരു ക്രൂസിലി പടം, അതാണ് ടർബോ കിട്ടിക്കിണ്ട്. പടം കുഴപ്പമില്ല. മമ്മൂക്കയുടെ ആക്ഷൻ ഒന്നും പറയാനില്ല. ഒരു 2-3 ഫൈറ്റ് ഉണ്ട് പടത്തില്, ഗംഭീര ഫൈറ്റാണ്. അത് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ പ്രതീക്ഷിച്ചൊരു പടമില്ല. കാരണം ഇതിൻ ചെയ്യേണ്ട സൈഡിൽ നിന്നൊക്കെ ഒരു റേറ്റിംഗ് അല്ല നമ്മൾ പ്രതീക്ഷിച്ചത്. ഇത്ര നല്ല റേറ്റിംഗ് ഒക്കെ പുള്ളി 2-3 പടങ്ങള് പ്രീവിയസ് പടങ്ങളെല്ലാം നല്ലായിരുന്നല്ലോ. കുറച്ചുകൂടി ഒരു അടിപൊളി റേറ്റിംഗ് ആയിരുന്നു. ഒരു ക്ലീഷേ ടൈപ്പ് ഒരു റേറ്റിംഗ് ആണ്. ഹൈപ്പിനനുസരിച്ചുള്ളൊരു പടം പോരാ. ഫൈറ്റ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അടിപൊളി ഫൈറ്റ് ആണ്. മമ്മൂക്ക ക്യാരക്ടറൊക്കെ നല്ല ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, എനിക്ക് ഫൈറ്റ് ആണ് ഇഷ്ടപ്പെട്ടത്. അത്ര അടിപൊളി നമ്പറായില്ല. രാത്രി ഷെട്ടി മറ്റൊരാണെങ്കിൽ ഒരു കുറച്ചും കൂടി മമ്മൂട്ടിയേക്കാൾ ഇമ്പാക്ട് ആണ്. ഒരു വില്ലന്റെ ആ റോൾ ഇങ്ങനെയാണ് മലയാള സിനിമയിൽ പോകുന്നത്. ഇതിലെ പവർഫുൾ വില്ലനെ കണ്ടിട്ടില്ല. അടിപൊളി. മമ്മൂക്ക പൊളിച്ചില്ല, മമ്മൂക്ക പൊളിച്ചു. മമ്മൂക്കയാണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ 72 വയസ്സാണ് പുള്ളിക്ക് ഒരിക്കലും തോന്നില്ല. അത്ര അടിപൊളിയായിരുന്നു. ഓരോ ഫൈറ്റും ആ ഓരോ ഫൈറ്റ് കാണാനായിട്ട് മാത്രമാണെങ്കിൽ തിയേറ്റർ ഒന്നുകൂടി വരാം. ഒരു കുറെ ബാക്കി കണ്ടില്ല. അടിപൊളിയായിരുന്നു. സൂപ്പറാണ്. ഇന്റർവെല്ലിന് ശേഷം സൂപ്പർ. നല്ല മമ്മൂക്ക ഇത്രയും ഈ ഏജിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും മമ്മൂക്ക ഒന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു. പിന്നെ ശത്രുവായി വന്ന തീർച്ചയായിട്ടും ഒത്തിരി ഇന്റർവെല്ലിന് ശേഷമാണ് അടുത്തിരിക്കുന്ന ആളെ കൂടി തല്ലാൻ. പടം അടിപൊളിയാണ്. നായകനും വില്ലനും കട്ടൊക്കെയാണ്. മമ്മൂക്കയുടെ സാധനം അടിപൊളിയാണ്. നല്ല ഫൈറ്റ് സീനാണ്. ബസ്സിൽ വെച്ചുള്ളതും പിന്നെ പെരുന്നാളിൽ വെച്ചുള്ള എല്ലാം അടിപൊളിയാണ്. അടിപൊളി ഫൈറ്റ്. തകർത്ത്. നായകനും വില്ലനും കട്ടൊക്കെയാണ്. അതാണെങ്കിൽ പറയാം. മ്യൂസിക് ഒക്കെ അടിപൊളിയാണ്. നല്ല ബീജി ആണ്. ഓടി അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. നമ്മുടെ ആക്ഷൻ മൂവീസ് പൊതുവെ നമ്മൾ ലോജിക്ക് നോക്കിയാലോ കഥയുടെ ഗതി നോക്കിയാലോ നമ്മൾ നിരാശപ്പെടും. പക്ഷെ ഈ സിനിമയുടെ തുടക്കത്തിൽ ഭയങ്കര പതിഞ്ഞ താളത്തിലാണ് തുടങ്ങിയത്. സാധാരണ ആക്ഷൻ സിനിമയുടെ പേജിലേക്ക് വന്നില്ല. പക്ഷെ അവസാനത്തെ ഒരു 15-20 മിനിറ്റ് ഒരു വർത്ത് വാച്ചിങ് ആണ്. കാരണം ആ ആക്ഷൻ രംഗങ്ങൾ നമ്മൾ അധികം മലയാള സിനിമയിൽ കണ്ട് ശീലമില്ലാത്ത രീതിയിലുള്ള ചില സീനുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് റോപ്പ് ഉപയോഗിച്ചാലും ഡൂപ്പ് ഉപയോഗിച്ചാലും തന്റെ മേവഴക്കം കൊണ്ട് നമുക്ക് ആ രംഗങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 20 മിനിറ്റിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ കാണേണ്ടത്. കാരണം തുടക്കത്തിൽ എനിക്ക് കാണാൻ പോകുന്ന ഇത് കാണുമ്പോൾ ഇതെന്താണ് പറഞ്ഞ പോലെ വരുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുക. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആക്ഷൻ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട റോളാണ് രാജീവ് ഷെട്ടിയുടെ വില്ലൻ. നമുക്കറിയാം പുള്ളി മുമ്പ് ചെയ്തിട്ട് വിജയിച്ച റോളാണ്. ഞെട്ടിച്ചാല് ബിന്ദു പണിക്കരാണ്. കോമഡി ആണെങ്കിലും ചില ആക്ഷൻ ടെൻഷൻ രംഗങ്ങളിൽ അത് ലൈറ്റ് ആക്കാൻ വേണ്ടി ബിന്ദു പണിക്കരുടെ ഒരു ക്യാരക്ടർ റോഷാക്കിന് ശേഷം അതിശക്തമായ ഒരു വേഷമാണ് പറയുന്നത്. എനിക്ക് ഈ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല. ഈ ഇറങ്ങിയ സമയത്ത് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ വരുന്ന ഒരു സിനിമയായിട്ട് അത് എടുത്തു പറയുന്നുണ്ട്. കാരണം പക്ഷെ ആക്ഷൻ സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് അതിഗംഭീരമായി ഇഷ്ടപ്പെടുന്ന ആക്ഷൻ ബ്ലോക്കുകളുള്ള മമ്മൂട്ടി എന്ന മാസ് ഹീറോയെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രം എന്ന രീതിയിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിരുന്നു. പെർഫോമൻസസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല എടുത്തു പറയാനാണെങ്കിൽ ആക്ഷൻ സീക്വൻസും ചേസും ഒക്കെ നന്നായിരുന്നു. ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. ഈ ഫുൾ സീക്വൻസസ് ഇങ്ങനെ ഞാൻ മൊത്തത്തിൽ കണ്ടിട്ടില്ല. ഫുൾ എവിടത്തേക്കോ ഇങ്ങനെ കുറച്ച് റഫ് കട്ട്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന്. ഷൂട്ട് ചെയ്യുമ്പോൾ പോലും
ഇത്ര ഒരു ഔട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. സോ അത് സൂപ്പർ ആയിരുന്നു. ഓഡിയൻസിന്റെ റിയാക്ഷനും നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു ഗൂസ് ബംസ് ആയിരുന്നു ശരിക്കും ഇത് കണ്ടോണ്ടിരിക്കാൻ. പിന്നെ മ്യൂസിക് വേറെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതിന്. നമ്മൾ മ്യൂസിക് ഇല്ലാതെ ചെയ്യുമ്പോൾ കാണുമ്പോഴും മ്യൂസിക് ഉള്ളതും വ്യത്യാസം തന്നെയാണ്. നമുക്ക് ഓൾറെഡി പെർഫോമൻസസ് കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ കോംപ്ലിമെന്റ് ചെയ്യുന്ന BGM അതിന് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡൗൺ ആയി പോകും. അപ്പൊ അതെന്തായാലും ഉണ്ട്. BGM-ഉം പെർഫോമൻസും ആക്ഷനും എല്ലാം കൂടെ നല്ല രീതിയിൽ സെറ്റ് ആവുമ്പോൾ ഔട്ട് നമുക്ക് നല്ല രീതിയിൽ വരുമല്ലോ. അപ്പൊ അതെന്തായാലും കണ്ടിട്ടുണ്ട്. എന്തായാലും സന്തോഷം. ഇതില് ഭാഗമാകാൻ പറ്റിയതില് ഭയങ്കര സന്തോഷം എന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് അങ്ങനെ മറ്റേ കണക്ക് പറയാനോ, എനിക്ക് 200 കോടി എന്ന് പറയുന്ന പിക്ചറൈസ് ചെയ്യാൻ പോലും എനിക്ക് പറയത്തില്ല. അത് കാരണം എനിക്ക് അങ്ങനെ പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഐ തിങ്ക് ആവണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓഡിയൻസിനും ഐ തിങ്ക് മേക്ക് ചെയ്തേക്കുന്നത് മിഥുൻ മാനുവിന്റെ വൈശാഖിന്റെ വേറൊരു ടൈപ്പ് ആയിട്ട് കാർ ചേസിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഹോളിവുഡ് ലെവൽ ഐറ്റത്തിലാണ് സാധനം ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്കാണ്. ഏത് ഏരിയയിൽ നോക്കിയാലും ഇൻട്രസ്റ്റ് ആണ്. ഏത് തരം ജോണറുള്ള ആൾക്കാർക്ക് പോലും മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഡോൺ മിസ്. വെരി വെരി രോമാഞ്ചം. ട്രിപ്പിൾ സ്വാഗ അതിക്കും മേലെ വെരി വെരി സ്ട്രോങ്. വെരി വെരി സ്ട്രോങ്. ട്രിപ്പിൾ സ്ട്രോങ്. നമുക്ക് എടുത്ത് നമുക്ക് ഇരുന്നുകൊണ്ട് കയറി ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്നുണ്ട്